ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് അത് ചെങ്കടലിൽ നിന്നാണ്. ചെങ്കടലിൽ ഒരു പ്രധാനപ്പെട്ട സുരക്ഷാ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അത് തുർക്കിയുടെ ചരക്ക് കപ്പലുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ തുർക്കിയുടെ നയതന്ത്ര ബന്ധത്തിലൂടെ ഇസ്രായേലിലേക്ക് പോയ ചരക്ക് കപ്പലിനെ യമനിലെ ഹൂത്തികൾ അൻസാറുള്ള ലക്ഷ്യം വെക്കുകയും ആക്രമിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് വലിയ സാഹചര്യമാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ചും തുർക്കിയെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഉർദുഗാനെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇസ്രായേലിന് വേണ്ട ആയുധങ്ങൾ കയറ്റി അയക്കുന്നു എന്നുള്ളതും ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫലസ്തീനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്നുള്ള ആരോപണങ്ങളാണ്, അത്തരം കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇന്ധനമടക്കമുള്ള കാര്യങ്ങൾ ഇസ്രായേലിന് നൽകുന്നത് തുർക്കിയാണെന്ന തരത്തിലുള്ള വാർത്തകൾ ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിൽ ഉർദുഗാനെതിരെയുള്ള വളരെ വലിയൊരു പ്രതിഷേധ സ്വരമുള്ള ശബ്ദങ്ങൾ ലോകത്ത് മുഴങ്ങിക്കൊണ്ടിരുന്നു. തുർക്കിയിലും അത്തരം ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഇത്തരം ഒരു ചരക്ക് കപ്പലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൂത്തികൾ അൻസാറുള്ള ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ടും ചെങ്കടലിൽ പാതയിലൂടെ ഇസ്രായേലിലേക്ക് പോകാൻ ശ്രമിച്ച കപ്പലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൂത്തികൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പോലെ പതാകകൾ പതാകകൾ മാറ്റിയാലും ഞങ്ങൾ കപ്പലിനെ ലക്ഷ്യം വെക്കുമെന്ന് ഹൂത്തികൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തുർക്കിയിൽ നിന്നും ഇസ്രായേലുമായിട്ടുള്ള ചരക്ക് നീക്കത്തിന് ശ്രമിച്ചിട്ടുള്ള ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടത് എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്നുള്ളത്. ഇത് ഹൂത്തികൾ വളരെ ഇതുവരെ ഇല്ലാത്ത ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അഥവാ ഇസ്രായേലിലേക്ക് പോകുന്നുവെന്ന് സംശയിക്കപ്പെടുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ 50,000-ഓളം കോടി രൂപയുടെ നഷ്ടം ഈജിപ്തിന് മാത്രം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ചരക്ക് നീക്കം സാധ്യമല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇത്തരം തുർക്കിയുടെ കപ്പലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യമനിലെ ഹൂത്തികളെ നടത്തിയ ആക്രമണം തുർക്കിയെ വലിയ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുർക്കി ഇപ്പോൾ 4ഓളം അവരുടെ പടക്കപ്പലുകളെ ഹൂത്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലേക്ക് അയച്ചതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിലെ വ്യക്തമാവുകയുള്ളൂ. പറഞ്ഞതുപോലെ തന്നെ ഗസയിലുള്ള സമാധാന ശ്രമങ്ങൾ നടത്താതെ, ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാതെ ഫലസ്തീനികൾക്ക് സമാധാനമില്ലാത്ത എടുത്തോളം കാലം ചെങ്കടലിലൂടെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്ന മുഴുവൻ എല്ലാ കപ്പലുകളെയും ഞങ്ങൾ ലക്ഷ്യം വെക്കുമെന്നുള്ള കാര്യമാണ് നേരത്തെ തന്നെ ഹൂത്തികൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ആക്രമണം, അതും ഇത്തരം ഒരു തുർക്കി മുസ്ലിം പശ്ചാത്തലമുള്ള ഒരു രാജ്യത്തിന്റെ കപ്പലിനെ തന്നെ യമനിലെ ഹൂത്തികൾ ലക്ഷ്യം വെച്ചു എന്ന് പറയുമ്പോൾ ഇത് കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമായ അവസ്ഥകളിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി. എന്നാൽ ഈ വാർത്തകൾക്കൊന്നും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നതാണ്. അതായത് അൻസാറുള്ള ഇക്കാര്യത്തിൽ ഏതെങ്കിലും പ്രതികരണം നടത്തിയിട്ടില്ല. തുർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്നുള്ളത് അവർ പനാമയുടെ അഥവാ സെൻട്രൽ അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള പനാമ എന്ന രാജ്യത്തിന്റെ പതാക ഘടിപ്പിച്ച കപ്പലിനെയാണ് ഹൂത്തികൾ ലക്ഷ്യം വെച്ചിരുന്നത്. അഥവാ ആ രാജ്യത്തിന്റെ കപ്പലായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ ഈ കപ്പൽ എന്നുള്ളത് അനറ്റോളിയ അഥവാ തുർക്കി കമ്പനിയുടെ കപ്പലാണ് എന്നുള്ളതാണ്. അതായത് ഈ പനാമ എന്ന രാജ്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തുർക്കി ബേസ്ഡ് ആയിട്ടുള്ള തുർക്കി കമ്പനിയുടെ കപ്പലിനെയാണ് ഈ അൻസാറുള്ള ലക്ഷ്യം വെച്ചത് എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം ഒരു വാർത്തകളാണ് അവസാനമായിട്ട് ഇതിന്റെ വന്നിട്ടുള്ളത്. ഏതായാലും തുർക്കിയുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ വെച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വരുമ്പോൾ മാത്രമാണ് ഇതിന്റെ യഥാർത്ഥ ചിത്രം എന്തെന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത വരികയുള്ളൂ. നേരത്തെ തന്നെ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നതിന്റെ പേരിൽ വാക്പോര് മാത്രം നടത്തുന്ന നേതാവെന്ന നിലയിൽ ഉർദുഗാൻ വളരെയധികം വിമർശന വിധേയമായിട്ടുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ലോകത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇത്തരം ഒരു ചരക്ക് നീക്കം തുർക്കി എന്ന രാജ്യത്തിന്റെ നേരിട്ടുള്ള പ്രവർത്തനത്തിലാണോ നല്ലത്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പനാമ കേന്ദ്രീകരിച്ചുള്ള പനാമയുടെ പതാക വഹിച്ച തുർക്കി അനറ്റോളിയ എന്നുള്ള തുർക്കി കമ്പനിയുടെ കപ്പൽ തന്നെയാണോ ഇത് എന്ന്, അത്തരം കാര്യങ്ങൾ മാത്രമേ ഇതിൽ സംഭവിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും തുർക്കി അത്യധികമായിട്ട് ഈ കപ്പൽ ആക്രമണത്തെ അപലപിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ സൈനിക നീക്കമൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നുള്ള സാഹചര്യവും കൂടി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്.